കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ. ഈ വചനം കേട്ട് അവൾ ഏറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷവും ആദ്യവായനയും നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ ആദ്യ ഹവ്വായെക്കുറിച്ചും രണ്ടാം ഹവ്വയായ മറിയത്തെക്കുറിച്ചുള്ള ഒരു താരതമ്യം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ആദ്യ ഹവ്വ ദൈവത്തിൻ്റെ സ്വരത്തെ അവിശ്വസിച്ചു. രണ്ടാമത്തെ ഹവ്വയായ പരിശുദ്ധ അമ്മ ദൈവസ്വരത്തെ വിശ്വസിച്ചു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും, ദൈവം പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കാൻ ആദ്യ ഹവ്വായ്ക്ക് പറ്റാതെ പോയത് കൊണ്ടാണ് ആദ്യ പാപം പോലും അരങ്ങേറുന്നത്. അപ്പം ആദ്യ ഹവ്വ, അല്ലെങ്കിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കളിലെ ഹവ്വ, അവൾ ദൈവസ്വരത്തെ ധിക്കരിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു വെച്ചാൽ മരണം ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ആത്മീയ മരണം ലോകത്തിലേക്ക് വന്നു. ഇനി പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ സ്വരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലേക്ക് ജീവൻ കടന്നു വരിക, അല്ലെങ്കിൽ രക്ഷ കടന്നു വരിക. മറ്റു വാക്യം പറഞ്ഞാൽ യേശുവിനെ ഈ ലോകത്തിലേക്ക് തൻ്റെ വിശ്വാസത്തിൻ്റെ തീരുമാനം കൊണ്ട് പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. ഇനി അത് നിരന്തരമായ അമ്മയുടെ ഒരു സമർപ്പണത്തിലേക്ക് അമ്മയെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു അടയാളവും അല്ലെങ്കിൽ ജീവിത മാതൃകയാണ് നിരന്തരം വിശ്വാസത്തിൽ ദൈവസ്വരത്തോട് പ്രത്യുത്തരിക്കുക എന്നുള്ളത്. ഒരു ദിവസത്തേക്കോ ഒരു നിമിഷത്തേക്കോ അല്ല, ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും ദൈവസ്വരത്തോട് വിശ്വാസത്തിൽ പ്രത്യുത്തരിക്കുക എന്നുള്ളത്. അപ്പോഴാണ് നിരന്തരമായ ഒരു രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകുന്നത്. പരിശുദ്ധ അമ്മ അങ്ങനെ പ്രത്യുത്തരിച്ചുകൊണ്ടാണ് രക്ഷകനെ തൻ്റെ ഉദരത്തിൽ സ്വീകരിക്കാൻ പറ്റിയത്. എന്ന് പറയുന്ന പോലെ ആ രക്ഷകന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഏത് അനുഭവത്തിലാണോ നമ്മൾ രക്ഷിക്കപ്പെടാതെ കിടക്കുന്നത്, ഏത് പ്രതിസന്ധിയിലും പ്രതികൂല അനുഭവത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്, ആ വിഷയത്തിലും ദൈവവചനത്തെ വിശ്വാസത്തിൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതേ അനുഭവത്തിൽ രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകും. അതായത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും രക്ഷിക്കപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ആദ്യ ഹവ്വായെ മറികടന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ ധൈര്യം എടുത്തവളാണ്. പിന്നെ 2, പരിശുദ്ധ അമ്മ
ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ചു. ദൈവസ്വരത്തെ അനുസരിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, അനുസരിക്കുകയും ചെയ്തു. ആദ്യ മാതാപിതാക്കളിലെ ഹവ്വ, അവൾ ദൈവസ്വരത്തെ അനുസരിച്ചില്ല. ഡിസോബീഡിയൻസ് നമ്മൾ പറയാറുള്ള പോലെ. ആദ്യ പാപം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എല്ലാവരും പറയുന്നത് അനുസരണക്കേടെന്നാണ്. അവൾ അനുസരണക്കേട് കാണിച്ചു ദൈവസ്വരത്തോട്. എന്നാൽ രണ്ടാം ഹവ്വയായ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കുകയും വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തവളാണ്. ഇനി ഇതിനകത്ത് അവൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആദ്യ ഹവ്വ അവള് പാപത്തിൻ്റെ മുമ്പിൽ വീണുപോയവളാണ്. പിശാചിൻ്റെ പ്രേരണയ്ക്ക് മുമ്പിൽ, പിശാചിൻ്റെ സ്വരത്തിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതം അടിയറ വച്ചവളാണ് ആദ്യ ഹവ്വ. എന്നാൽ രണ്ടാം ഹവ്വയെ പിശാചിനെ തൊടാൻ പറ്റിയില്ല. അതാണ് ആദ്യമായി നമ്മൾ കേട്ടത്, നീയും സന്തതിയും തമ്മിലും, നിന്റെ സന്തതിയും പിശാചിനെതിരെ ഒരു യുദ്ധം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. കുതികാല് തകർക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാം ഹവ്വയായ പരിശുദ്ധ അമ്മ പിശാചിന് അവളിൽ പ്രവർത്തിക്കാൻ അല്പം പോലും ഇടം കൊടുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പൈശാചിക യുദ്ധങ്ങൾക്കെതിരെങ്കിൽ ഒരു ആത്മീയ യുദ്ധത്തിലൊക്കെ നമ്മൾ നിരന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ ഇന്ന് വരെ തൻ്റെ ജീവിതത്തിൽ പിശാചിന് പ്രവർത്തിക്കാൻ ഇടം കൊടുത്തില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും സാത്താൻ അധികാരം കൊടുക്കാതിരുന്നവളാണ് പരിശുദ്ധ അമ്മ. കാരണം എന്താ? പൂർണ്ണമായ വിശ്വാസവും പൂർണ്ണമായ ദൈവാശ്രയത്തെയും പൂർണ്ണമായ ദൈവവചനത്തോട് അനുസരണവും പൂർണ്ണമായ വിധേയത്വവും ടോട്ടൽ ഫിയാത്ത്, പൂർണ്ണമായ സമർപ്പണവും അമ്മ നടത്തിയതുകൊണ്ട് പിശാചിനെങ്ങും തൊടാൻ പറ്റിയില്ല. പൂർണ്ണമായി സമർപ്പിക്കപ്പെടാത്തിടത്താണ് യേശുവിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടാത്ത വിഷയങ്ങളിൽ മാത്രമേ ശത്രുവിന് അധികാരം എടുക്കാൻ പറ്റുള്ളൂ, പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ക്രിസ്തുവിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടൊരു കുടുംബമാണെങ്കിൽ നമ്മുടെ ഭവനവും ഭവനത്തിൻ്റെ അന്തരീക്ഷവും നമ്മുടെ ജീവിതവും യേശുവിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയാണെങ്കിൽ ശത്രുവിന് തൊടാൻ പറ്റില്ല. അവൻ ആക്രമിക്കും, പക്ഷെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അവൻ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കും. യേശുവിനോട് ചേർന്നിരിക്കുന്ന ഒരു കുടുംബത്തെ, ഒരു ദൈവ പൈതൽ അവൻ നിരന്തരം ആക്രമിക്കുമെങ്കിലും അവനെ കീഴടക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം, ആരാണ് അവൻ്റെ കൂടെയുള്ള ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, പിശാചിൻ്റെ തല തകർത്തവൻ്റെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് പിശാചിന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ നിരന്തരം പൂർണ്ണമായും പരിശുദ്ധാത്മാവിനോടും ദൈവസ്വരത്തോടും സമർപ്പണം നടത്തിയതുകൊണ്ട് പിശാചിന് തൊടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ, വിടുതൽ പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ നമ്മൾ കൂടെയുള്ളവരോട് പറയുന്നുണ്ടെന്നറിയോ, നിങ്ങൾ നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാൻ പറയും, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറയും, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടാൻ പറയും. എന്താ ആ മാധ്യസ്ഥം? നമ്മൾ യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ എത്രമാത്രം തിന്മ അസ്വസ്ഥപ്പെടുന്നുവോ അതുപോലെ തന്നെ തിന്മ അസ്വസ്ഥപ്പെടുന്ന കാണാൻ പറ്റും നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ പിശാചിന് ഭയപ്പെടുന്ന ചില ഇടങ്ങളുണ്ട്. ആ ഇടങ്ങൾ എന്ന് പറയുന്നത് കൃപയുടെ സമൃദ്ധിയുള്ള ഇടങ്ങളാണ്. പരിശുദ്ധ അമ്മയിൽ കൃപയുടെ സമൃദ്ധി ഉണ്ടായിരുന്നു, അത് പിശാച് ഭയപ്പെടുന്ന ഇടമാണ്. നമ്മളിലും ഈ കൃപയുടെ സമൃദ്ധി വരുമ്പോൾ പിശാച് നമ്മളെ പേടിക്കാൻ തുടങ്ങും. നമ്മുടെ കുടുംബങ്ങൾ കൃപയുടെ നിലങ്ങളായി മാറുമ്പോൾ പിശാച് നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെ ഒക്കെ ഭയപ്പെടാൻ തുടങ്ങും. അപ്പോൾ ആരെല്ലാം ദൈവകൃപയോട് പൂർണ്ണമായി സഹകരിക്കുന്നോ അവരെന്നും പിശാചിൻ്റെ പറയില്ലേ ശക്തമായ ശത്രുക്കളാണ്. അവനെ കീഴ്പ്പെടുത്താനും അവനെ തകർക്കാനൊക്കെ ശത്രു പരിശ്രമിക്കുമ്പോഴും നിരന്തരമായ ദൈവൈക്യത്തിൽ ദൈവവചനം കേട്ട് പൂർണ്ണമായും ദൈവസ്വരത്തോട് വിധേയപ്പെട്ട് വിശ്വാസത്തിൽ നിരന്തരം എളിമപ്പെട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പിശാചിന് തൊടാൻ പറ്റില്ല എന്ന് വചനം പറയുന്നു. അതുകൊണ്ടാണ് റോമ 8:31 നാം വായിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഈ വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ യേശുവിനോട് ഐക്യപ്പെട്ടും യേശുവിന് വേണ്ടി ജീവിത സമർപ്പണം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു തിന്മയ്ക്ക് നമ്മളെ തൊടാൻ പറ്റാത്ത ഒരാത്മീയ ധൈര്യവും കരുത്തും പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അവരഭിഷേകത്തിൽ ജീവിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.